ഹലോ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നൊരു വിശേഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇന്ന് 35ാമത് വെഡിങ് ആനിവേഴ്സറിയാണ്. ഇന്ന് ഞങ്ങളുടെ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങളങ്ങനെ കൂടുതൽ ആഘോഷങ്ങളിലേക്ക് പോവാറില്ല. അതുകൊണ്ട് പിന്നെന്താ, പിള്ളേരൊന്നുമില്ലല്ലോ, ഞങ്ങൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കൂടുതലൊന്നും ആഘോഷിക്കണില്ല. ഇന്ന് വൈകുന്നേരം ഞാനൊരു 4 മണിക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ അവൽ വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു. ഇതൊരു 100 ml അവൽ. അപ്പോൾ അവൽ പഴം വെച്ച് നമുക്കൊന്ന് വിളയിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ്, മീഡിയം അല്ല കേട്ടോ, അത്യാവശ്യം മീഡിയം അല്ല, അത്യാവശ്യം വലിയ പഴം. പക്ഷേ ഇത് നാടൻ പഴമല്ല, ഇത് വരവ് പഴം. അപ്പോൾ ആ പഴം വിളയിച്ച് നമുക്ക് അവലും പഴവും കൂടെ വിളയിച്ച് നമുക്ക് ഇന്ന് 4 മണിക്ക് നമുക്ക് ചായക്ക് കഴിക്കാം. അപ്പം ഞാൻ പഴം ഒന്ന് നുറുക്കിയെടുക്കണം. ചെറുതായിട്ട് നെയ്യ് ഒഴിച്ചൊന്ന് വരട്ടി ഒന്നെടുക്കണം. അപ്പം ഞാൻ പഴമൊക്കെ ഒന്ന് വരട്ടിയെടുക്കും. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യം കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഈ കാഷ്യും ഈ മുന്തിരിയും കൂടെ, ഉണക്കമുന്തിരിയും കൂടെ കൂടി നെയ്യിലൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. ചട്ടി അതിനവിടെ നിന്ന് ചൂടാവട്ടെ. പിന്നെ ഇത് ഞാൻ അരമുറി തേങ്ങ, പിന്നെ എടുത്തേക്കണത് ഒരു 50 ഗ്രാം ശർക്കരയുണ്ട്. ശർക്കര ഉരുക്കിയിട്ട് ആ നെയ്യിൽ വേണം, ആ വെള്ളത്തിൽ വേണം, ശർക്കര പാനിയാക്കിയിട്ട് വേണം നമുക്കത് വരട്ടിയെടുക്കാനായിട്ട്. വേറെ പിന്നെ ഏലക്ക പൊടിച്ചതും നെയ്യ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നാളെ നെയ്യ് എടുക്കണ വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് പാത്രം ചൂടായി, നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇരുന്നിരുന്നേ ഇത് ചൂടായി, നല്ല ചൂടായി. ഇവിടെ മഴ പെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾക്ക് ചൂടിനൊരു കുറവുമില്ല. എണ്ണയല്ല, നെയ്യ് ചൂടായി. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ, നമ്മുടെ കാഷ്യൂ മുന്തിരി ഇട്ടേക്കണം. ഒരു ടേസ്റ്റിന് നെയ്യിൽ വറുത്ത പ്രത്യേക രുചിയുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഴം നമുക്കൊരു ബ്രൗൺ നിറാവുന്ന വരെ വറുത്തിങ്ങനെ എടുക്കാം കേട്ടോ. കണ്ടോ, നിറമായിട്ട് വന്നു തുടങ്ങി. ശർക്കര അവിടെ ഇരുന്ന് ഉരുകട്ടെ. പിന്നെ ഇതുകൊണ്ട് നമുക്ക് വൈകുന്നേരം സ്കൂളിൽ ഈസി റെസിപ്പി കേട്ടോ, ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന. കണ്ടോ, പഴം ബ്രൗൺ നിറമായി. അത് ഞാനൊരു ട്രേയിലേക്ക് മാറ്റി കേട്ടോ. വീണ്ടും നമുക്ക് നമ്മുടെ അവലൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് വറുക്കണ്ട, ചെറുതായിട്ട്. ഒരുപാട് വറുത്തങ്ങോട്ട് കടുകടുവെന്നാക്കണ്ട. ഇത് ശരിക്കും ഒരു മുരിഞ്ഞ അവൽ തന്നെയാണ്. അപ്പോൾ അതൊരു ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ശർക്കര അവിടെ നിന്ന് ഉരുക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും എന്താ വിശേഷമൊക്കെ? എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇതുവരെ ഷെയർ ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി. തേങ്ങ ഞാൻ ചരണ്ടി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നതാണ്, ഫ്രീസറിൽ വെച്ചായിരുന്നു തേങ്ങ. അതേ തേങ്ങ പെട്ടെന്ന് കേടായി പോവില്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് തേങ്ങ ഞാൻ ചരണ്ടി വെച്ചായിരുന്നു. ഇതൊരു അരമുറി തേങ്ങയുണ്ട്, അത് മതി. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിയല്ലോ. ഇതൊരു 100 ഗ്രാം അവൽ കാണും, അത്രയേ ഉള്ളൂ. ഒരു ഏത്തപ്പഴം, അരയുണ്ട ശർക്കര. അരയുണ്ടെന്ന് വെച്ചാൽ ഒരു 50-25 ഗ്രാം കാണും, അത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഏലക്കപ്പൊടി ഉണ്ടോ. ഏലക്ക ഞാൻ ഒന്നിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ഇവിടെ ഏലക്ക മേടിച്ച് കുറേ ഇരിപ്പുണ്ടാക്കുക. ഞാൻ കുറേശ്ശെ പൊടിച്ചെടുക്കും. അതെല്ലാം കൂടി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കും. ഒരുപാട് പൊടിച്ച് വെച്ചാൽ മണം പോകില്ല, അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഗുണവും പോകില്ല. നമ്മളെപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ അവൽ വണയ്ക്കുകയോ കൊഴുക്കട്ട ഉണ്ടാക്കുക, അട ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നത് എൻ്റെ ഗുണം പോകില്ലോ എന്നോർത്ത് അവൽ ഒരുമാതിരി മുരിഞ്ഞ്
വരാറായിട്ടുണ്ട്. ശർക്കരയും പാനിയായി തുടങ്ങി. പിന്നെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം, ഒരു പാനി പരുവത്തിൽ, ഒരുപാട് വെള്ളമല്ല. അവൽ ഫ്രൈ ആയിട്ടോ നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പേർക്കണമുണ്ടോ, വാഴ പെയ്തെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ അത്യാവശ്യം ഷീറ്റ് ഒരുപാട് താന്നല്ലേ, അത് കാരണം കൊണ്ടാണ് ഈ ചൂട്. ചീഞ്ചട്ടി പാൻ അടപ്പത്ത് ചേർന്നിട്ടോ ഞാൻ. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ തേങ്ങ പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഫ്രീസറിലിരുന്ന തേങ്ങ ആയത് കാരണം ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ പണി ഏകദേശം തീരാറായിട്ടോ. നമുക്ക് തേങ്ങ പതുക്കെ ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഉരുക്കി വെച്ച ശർക്കര ഉരുക്കി ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്ലാസ്സിലേക്ക് ഒഴിച്ച്. എന്നാലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്നൊന്ന് പൊടിച്ച് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്നത് ആവശ്യമില്ല. പക്ഷേ ഇത് നമുക്ക് ഞങ്ങൾ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ 35 വർഷം പൂർത്തിയായി. ഇണങ്ങിയും പിണങ്ങിയും പരിഭവവും പരാതികളും ഒക്കെ ഒരുപാട് നമ്മളുടെ ജീവിതം, നമ്മുടെ കുടുംബജീവിതമല്ലേ, അതിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ച് ഞങ്ങൾ ഇത്രയും നാളും എത്തിച്ചേർന്നു. തമ്പുരാൻ അതിനെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു. അപ്പം അതിനൊക്കെ ദൈവത്തോട് ഒരുപാട് നന്ദി, കടപ്പാട്. ദൈവത്തോടാണല്ലോ നമുക്ക് ഏറ്റവും, നമ്മളുടെ ജനിപ്പിച്ച തമ്പയോട്. പിന്നെ ആശംസകൾ അറിയിച്ചു. എൻ്റെ മക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം എന്നെ കോള എൻ്റെ അമ്മച്ചിയുടെ ആയിരിക്കും. അത് എനിക്കിന്നും മറക്കാൻ പറ്റാത്തൊരു, ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ, അല്ലെങ്കിൽ ഇന്ന് ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മച്ചി വിളിക്കുമായിരുന്നു. അമ്മച്ചി മരിച്ചുപോയി, 2 വർഷം ആവണു. അതാണ്. അപ്പച്ചനാണെങ്കിലും ഓർക്കും കേട്ടോ, എൻ്റെ അപ്പച്ചനാണെങ്കിലും ബർത്ത്ഡേ ഒക്കെ അന്ന് ബർത്ത്ഡേ അല്ലായിരുന്നു, ഫെബ്രുവരി 10-ാം തീയതി ബർത്ത്ഡേ അല്ലായിരുന്നു എന്ന് പറയും. തേങ്ങ വരണ്ട് വന്നു കേട്ടോ. നമുക്ക് വറുക്കണ്ട, ഒന്ന് ചൂടായിട്ട് വെള്ളം പറ്റിച്ച് നമുക്കിത് ശർക്കര പാനി വെച്ചു. മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്ത് പോവും, ആഘോഷിക്കുകയൊക്കെ ചെയ്യട്ടോ. പിള്ളേരാരും ഇല്ലാത്ത കാരണം ശർക്കര അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചായക്ക് ഇതാണ്. തീ കൂട്ടി വെച്ച് വെള്ളം ഒന്ന് പറ്റി വരുമ്പോൾ നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴവും ആ തേങ്ങയൊക്കെ ശർക്കര പാനി കിടന്നേ ഒന്നങ്ങോട്ട് ലാസ്റ്റ് നമുക്ക് അവലിട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക. കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ, സ്കൂളൊക്കെ തുറക്കാറായില്ലേ, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ആ പഴത്തിൻ്റെ മധുരവും ശർക്കരയും ഏലക്കായും കശുവണ്ടി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് നമ്മൾ കാഷ്യും ഒക്കെ ഇട്ട് കൊടുക്കണ്ടല്ലോ. കണ്ടോ, സൂപ്പറാണ്, അടിപൊളിയാണ്. അങ്ങനെയൊക്കെ ലാസ്റ്റ് നമുക്ക് അവലിട്ട് കൊടുക്കാം.
ലാസ്റ്റ് നമുക്ക് നമ്മുടെ കശുവണ്ടി സൂപ്പറായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ മുന്തിരി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് നമുക്ക് അവസാനമായിട്ട് നമുക്ക് നമ്മുടെ ഏലക്കായ പൊടിച്ച് നെയ്യ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇത് നെയ്യിലാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മളെന്ത് കാര്യത്തിനും. ഏലക്കായ മറ്റേ ജീരകം ചേർക്കണില്ല. സൂപ്പർ അടിപൊളി. എല്ലാവരും വാ, ഒരു സ്പൂൺ കഴിച്ചിട്ട് നോക്കാം. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. ആ നെയ്യുടെ മണവും. ഇനി ഞാനൊരു ചായ ഉണ്ടാക്കി അച്ഛനും കൊടുക്കും, ഞാനും കഴിക്കും. ആരെങ്കിലും വന്നാൽ അവർക്കും കൊടുക്കും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. വീണ്ടും കാണാം കേട്ടോ. ഞങ്ങൾക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റുക കേട്ടോ. പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചു. നോക്കൂ.